ധർമ്മസ്ഥല കൊലപാതക ആരോപണ വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്ത് SIT. പുലർച്ചെ 3 മണി വരെ ചോദ്യം ചെയ്തു. മൊഴികളിൽ പൊരുത്തക്കേടെന്ന് അന്വേഷണ സംഘം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേർന്നു. ജോസഫ്, ഏറെ നിർണായകമായതാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ഇന്ന് രാവിലെ 3 മണി വരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ ചില പൊരുത്തക്കേടുകൾ, ഇയാളുടെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാകാൻ കഴിയുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെ ചെയ്യാനുള്ളൊരു നടപടികളിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 4-നാണ് ഈ ശുചീകരണ തൊഴിലാളി 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ താൻ വിവിധയിടങ്ങളിൽ മറവ് ചെയ്തിട്ടുണ്ടെന്നും ഇത് സൂപ്പർവൈസർമാർ തന്നെ ഏൽപ്പിച്ചതാണെന്നും കോടതിയിൽ മൊഴി നൽകിയത്. 164 പ്രകാരമായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഇതിന് തെളിവായി ഇദ്ദേഹം തലയോട്ടി ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ അന്വേഷണം ഏറ്റെടുത്തത് ധർമ്മസ്ഥല പോലീസാണ്. ഈ അന്വേഷണം കാര്യക്ഷമമല്ലാത്തതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് കേന്ദ്രീകരിച്ച് 13 ഇടങ്ങളിൽ പരിശോധന നടത്തി. അതിൽ 2 ഇടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം വീണ്ടും തെരച്ചിൽ നടത്തി 6 സ്ഥലങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തുകയുണ്ടായി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. എന്തായാലും ഈ SIT സംഘം അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ 2 ദിവസം ഈ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്തിരുന്നു. മംഗലാപുരത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്തത്. അതിന് പിറ്റേ ദിവസം, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ മംഗലാപുരത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്തുകയും മണ്ണ് നീക്കിയുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ 1 മാസത്തോട് അടുക്കുമ്പോഴാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അസ്ഥികൾ കണ്ടെത്താൻ സാധിക്കാത്തതും ഈ അന്വേഷണത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്. മാത്രവുമല്ല, കർണാടക സർക്കാരിന് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് DK ശിവകുമാർ ഉൾപ്പെടെയുള്ള മുഖ്യ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, BJPയും ഈ SITയുടെ അന്വേഷണത്തെ ഇത്തരത്തിൽ അന്വേഷണം അനവസരമാണ്, ഇത്തരത്തിൽ ആവശ്യമില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നിലപാട് വെളിപ്പെടുത്തിയതാണ്. എന്തായാലും ഇന്ന് SITയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർണായക നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശുചീകരണ തൊഴിലാളിയെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഇയാൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും ചില അവ്യക്തതകളുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ശുചീകരണ തൊഴിലാളി ബെൽത്തങ്ങാടിയിലാണുള്ളത്, SIT സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ഈ കോടതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലപാതക ആരോപണ വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്ത SIT പുലർച്ചെ 3 മണി വരെ ചോദ്യം ചെയ്തു. മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.